ബജറ്റിലെ നികുതി വർധനവിനെതിരെ യുഡിഎഫ് ആഹ്വാനം ചെയ്ത രാപ്പകൽ സമരം തുടരുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് നിർവഹിച്ചു. കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോകുന്നവരെ പോലും വേട്ടയാടുന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു. മുൻപ് കറുപ്പായിരുന്നു മുഖ്യമന്ത്രിക്ക് ഭയം, ഇപ്പോൾ വെള്ള വസ്ത്രമിടുന്നവരെയാണ് ഭയമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറഞ്ഞേക്കാം. മുഖ്യമന്ത്രി ഉണ്ടാവും, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിരിക്കാം, ഇതൊക്കെ കാര്യം ശരിയാണ്. ആജീവനാന്ത ഇവരൊന്നും മുഖ്യമന്ത്രിമാരായിരിക്കില്ല. ഇനി ആജീവനാന്ത മുഖ്യമന്ത്രിമാരായിരുന്നാലും ഇവിടെ കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം, സൂക്ഷിച്ച്, അത്രേ ഞാൻ പറയുന്നത്, സൂക്ഷിച്ചു വേണം. ഞങ്ങളുടെ പെൺകുട്ടികളുടെ നേരെ നോക്കിയാൽ, അവരുടെ മേത്ത് കൈവച്ചാൽ ആങ്ങളമാര് ചെയ്യുന്നത് പോലെ ഞങ്ങൾ കഴിയും. ആങ്ങളമാര് അതാണല്ലോ, പെൺകുട്ടികളെ തൊട്ടാൽ ആങ്ങളമാര് എന്ത് ചെയ്യും, അതേപോലെ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി വരുന്ന റൂട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. എല്ലാവരും, പ്രത്യേകിച്ച് പ്രവീണൊക്കെ അറിഞ്ഞിരിക്കണം. കോഴിക്കോടെങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങരുത്. എല്ലാവരും വീടിനകത്ത് കയറിയിരിക്കണം. ഇനി അഥവാ എവിടെയെങ്കിലും വല്ല ചുവന്ന ഷർട്ടിട്ടുകൊണ്ട് അറിയിക്കും, കുഴപ്പമില്ല. വെള്ള ഷർട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുറത്തിറക്കുക, പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ട ജോലി നമ്മളെയാണ്. അത് എല്ലാ സ്റ്റേഷനിലേക്കും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കരുതൽ തടങ്കലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എത്രമാത്രം കേസാണ് എടുക്കുന്നത് അറിയാം നിങ്ങൾക്ക്? ഒരു കാലത്തും ഒരു ഗവൺമെന്റും എടുക്കാത്ത തരത്തിൽ 10,000 കണക്കിന് കേസുകളാണ് UDF പ്രവർത്തകർക്കെതിരായി എടുത്തുകൊണ്ടിരിക്കുന്നത്.